വെൽക്കം ടു iPlus. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IEO എക്സാമിന്റെ സിലബസിലെ പ്രോബബിലിറ്റി എന്ന ഏരിയയിൽ കുറച്ച് MCQs ആണ്. എക്സാം എടുത്തു, എല്ലാവരും പഠനത്തിന്റെ ഒരു തന്നെ ഘട്ടത്തിലാണെന്ന് വിശ്വസിക്കുന്നു. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഇന്നത്തേത്. അതായത് കുറച്ചധികം MCQs ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സും. ഇപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം അത് ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്യാം. എന്നിട്ട് ആ ആൻസർ തന്നെയാണോ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് തുടർന്ന് അങ്ങോട്ടുള്ള ആൻസർ പറയുന്ന സമയത്ത് നോക്കുക. അപ്പൊ വീഡിയോ പൗസ് ചെയ്തിട്ട് ജസ്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ. അപ്പൊ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Cartesian's coefficient of skewness for a distribution is 0.64, standard deviation is 13, mean is equal to 59.2. Find mode and median. Option A 50.88 and 56.42. Option B 50 and 50.42. Option C 48.33 and 48.33. And last one 40.88 and 40.88. അപ്പം തന്നിരിക്കുന്നത് Cartesian's coefficient of skewness ന്റെ വാല്യൂ ഉണ്ട്, സ്ക്യൂനെസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ, ഇത്രയുമാണ് തന്നിരിക്കുന്നത്. കാണേണ്ടത് മോഡും മീഡിയനുമാണ്. ഇതൊക്കെ വെച്ചിട്ടൊരു ഇക്വേഷൻ എവിടെയെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സ്ക്യൂനെസ്സും മീനും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ, മോഡും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, എന്തായാലും ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എന്ന് പറഞ്ഞാല് മോഡ് 50.88 മീഡിയൻ 56.42 വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത്? എന്തായിരുന്നു സ്ക്യൂനെസിന്റെ ഫോർമുല? സ്ക്യൂനെസ് എന്ന് പറയുന്നത് മീൻ മൈനസ് മോഡ് ബൈ SB, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? മീൻ മൈനസ് മോഡ് ബൈ SB. മീൻ അല്ലെങ്കിൽ എക്സ് ബാർ മൈനസ് മോഡ്, മീൻ മൈനസ് മോഡ് ബൈ SB, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്ത്? സ്ക്യൂനെസ് എന്ന് പറയുന്നത്. സ്ക്യൂനെസ് ഇസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ബൈ SB ആണ്. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം തന്നെ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സ്ക്യൂനെസ് തന്നിട്ടുണ്ട് 0.64 ആണ് സ്ക്യൂനെസ്. അപ്പൊ എങ്ങനെ വരും? മീൻ മൈനസ് മോഡ് ബൈ SB അല്ലെ? അപ്പൊ മീന് 59.2 ആണ്. 59.2 മൈനസ് മോഡിന്റെ വാല്യൂ നമുക്ക് അറിയില്ല, കണ്ടെത്തണം അല്ലെ? മൈനസ് മോഡ് നമ്മൾ എക്സ് കൊടുത്തു. മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, എത്രയാണ്? 13 ആണ്. 13 ഈക്വൽ ടു സ്ക്യൂനെസിന്റെ വാല്യൂ, ദാറ്റ് ഈസ് 0.64. ഓക്കെ, അപ്പൊ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടെത്തിക്കൂടെ? എങ്ങനെയാണ്? യെസ്, സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഇതിന്റെ ചുരുക്കിയിട്ട് ഇതിനെ ചുരുക്കി കൊണ്ടുവരാം. 59.2 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 0.64 ഇൻറ്റു 13 വരും. അപ്പൊ 59.2 മൈനസ് എക്സ് മോഡ് ഇസ് ഈക്വൽ ടു 0.64 ഇൻറ്റു 13. 0.64 ഇൻറ്റു 13 വരും, അതായത് 8.32. ഇനി എക്സ് കാണാനായിട്ട് എക്സ് ഇസ് ഈക്വൽ ടു 8.32, അല്ലെങ്കിൽ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം, നമുക്ക് സമത്തിന്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പം 59.2 മൈനസ് 8.32 is equal to x എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 59.2 മൈനസ് 8.32 എന്ന് പറഞ്ഞാൽ 50.88 കൊടുത്തിട്ടുണ്ട്.
ഇതാണ് എന്ത് മോഡ് എന്ന് പറയുന്നത്. പിന്നെ മോഡ് കിട്ടി, നമുക്ക് മീഡിയൻ കിട്ടണം അല്ലെ. മോഡ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താം. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് എന്നുള്ളത്. ഇനി ഇൻ കേസ് വേറെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ഈ എ പാർട്ട്, അതായത് മോഡ് എന്ന് പറയുന്നത് 50.88 തന്നെയായിരുന്നു വേറെ ഏതെങ്കിലും ഓപ്ഷനിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മീഡിയന്റെ വാല്യൂ കണ്ടെത്താം. അപ്പൊ മീഡിയനും മോഡും മീനും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ, അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്, 2 മീൻ ആണ് മോഡ് എന്ന് പറയുന്നത്. മോഡ് അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടെത്താം, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് ഒക്കെ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് മോഡിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് 50.88 എന്നുള്ളത്. അപ്പൊ മോഡ് ഇസ് ഈക്വൽ ടു, അതായത് 50.88 ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 മീൻ. 3 മീഡിയൻ മൈനസ് 2 മീൻ, മീഡിയൻ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ 3 ഇൻറ്റു എക്സ് എടുക്കാം. 3x മൈനസ് 2 മീൻ, മീനിന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. 2 ഇൻറ്റു മീനസ് 59.2, 2 ഇൻറ്റു 59.2 ചെയ്യാം. ഓക്കെ, 2 ഇൻറ്റു 50. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം ആൻസറിലോട്ട് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. സമത്തിന്റെ ഇപ്പുറത്തോട്ട് എക്സിനെ കൊണ്ടുവരാം, ദെൻ 50.88 ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, അത് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ഓഫ് മീഡിയൻ എന്ന് പറയുന്നത് 56.42 ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഫോർമുല അറിയാന്നുണ്ടെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കുഞ്ഞു കുഞ്ഞു വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയല്ല, ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. Next, the term regression was introduced by option A, Legendre and Gauss, option B, Sir Francis Galton, option C, Carl Pearson, and option D, none of the above. The term regression was introduced by option B, Sir Francis Galton ആണ് regression എന്ന് പറഞ്ഞ ടേം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Next, in a binomial distribution, mean is equal to 20. Standard deviation is equal to 4. Then find n, p and q. Options തന്നിരിക്കുന്നത്. Option A, n is equal to 300, p is equal to 2 and q is equal to 0.4. Option B, n equal to 200, p equal to 0.2, q equal to 0.04. Option C, n equal to 100, p is equal to 0.2 and q is equal to 0.8. Option B, none. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. ഇൻ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, മീൻ ഈക്വൽ ടു 20, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 4 ആൻഡ് NPQ ആണ് കാണേണ്ടത്. അപ്പൊ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്താണെന്നുള്ളതും അതേപോലെ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ മീൻ എങ്ങനെയായിരുന്നു നമ്മൾ കാണുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് എന്താണ്, NP ആണ് അല്ലെ. സോ മീൻ NP is equal to നമുക്ക് തന്നിരിക്കുന്നത് 20 ആണ്. പിന്നെയുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് NPQ ആണ് എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 ആണ് തന്നിരിക്കുന്നത്. സോ വേരിയൻസ് എടുക്കാം. അപ്പം വേരിയൻസ് എന്ന് പറയുന്നത് NPQ ആണ്.
NP20 NPQ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 ആണല്ലോ. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √NPQ ആണ്. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്നത് വേരിയൻസ് ആണ്. സോ വേരിയൻസ് എന്ന് പറയുന്നത് NPQ ആണ്. ഇവിടെ നമുക്ക് 4ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ വേരിയൻസ് കിട്ടും അല്ലെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ. അപ്പോൾ 16 ആണ് നമുക്ക് NPQ കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. N-ന്റെ വാല്യൂ, P-ന്റെ വാല്യൂ, Q-ന്റെ വാല്യൂ ഒക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നോക്കിയേ, NP വേരിയൻസ് NPQ ഡിവൈഡഡ് ബൈ മീന് NP ഈക്വൽ ടു, അങ്ങനെ എഴുതാം, NPQ 16 ഡിവൈഡഡ് ബൈ 20 എന്ന് എഴുതാം അല്ലെ. ഇനി ഇവിടെ NPQവും താഴെയുള്ള ഡിനോമിനേറ്ററിലുള്ള NPQയും കോമൺ ആണ്. സോ അത് നമുക്ക് വെട്ടിപ്പോകുന്നു. ഇനി Q is equal to 16/20 എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. 16/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0.8 ആണ് വരിക. അപ്പൊ Qന്റെ വാല്യൂ നമുക്ക് കിട്ടി. Q is equal to 0.8. അപ്പൊ Pയും Qവും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ. എന്താണ്? P plus Q is equal to 1 ആണ് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് സക്സസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. സോ Q ഈക്വൽ ടു 0.8 ആണെങ്കിൽ P ഈക്വൽ ടു എത്രയായിരിക്കും? 0.2 ആയിരിക്കും അല്ലെ. അപ്പം Pയും കിട്ടി, Qവും കിട്ടി. ക്ലിയർ? ഇനി നമുക്ക് N-ന്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ N-ന്റെ വാല്യൂ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് ഈ P-ന്റെയും Q-ന്റെയും വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. NP is equal to 20 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. സോ N-ന്റെ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പം P-യുടെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.2 ആണ്. സോ NP N into 0.2 equal to NP equal to 20 ആണ് കിട്ടിയിരിക്കുന്നത്. സോ N-ന്റെ വാല്യൂ കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? 20 ഡിവൈഡഡ് ബൈ 0.2. 20 ഡിവൈഡഡ് ബൈ 0.2 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് എന്ത്? N-ന്റെ വാല്യൂ എന്ന് പറയുന്നത്. N-ന്റെ വാല്യൂ എത്രയായിരിക്കും? N എന്ന് പറയുന്നത് 100 ആയിരിക്കും അല്ലെ. ഇവിടെ ഓപ്ഷനിൽ N 100ഉം P 0.2ഉം Q 0.8ഉം വരുന്ന ഒരേ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. സോ ഓപ്ഷൻ സി is the right answer here. അടുത്ത ക്വസ്റ്റ്യൻ, the arithmetic mean of all possible outcomes is known as option A expected value, option B critical value, option C variance, and option D standard deviation. Arithmetic mean of all possible outcome is known as, എന്താണ്? The right answer here is option E expected value എന്നാണ് വിളിക്കുന്നത്. അടുത്തത്, what is the average of 3%, 7%, 10% and 15%? Option A 8, option B 9, option C 10 and option D 11. ഏതാണ്? വാട്ട് ഇസ് ദി ആവറേജ് അല്ലെ, മീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന വാല്യൂസ് ഇൻ പെർസെൻറ്റേജ് ടേംസിലും ആണ്. എങ്ങനെയാണ് കാണുക? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സാധാരണ നമ്മൾ എങ്ങനെയാണോ പെർസെൻറ്റേജ് കാണുക, മീൻ കാണുന്നത് അതേപോലെ തന്നെ ചെയ്താൽ മതി. 3 + 7 + 10 + 16 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. അപ്പൊ കിട്ടുന്നത് 9. 9% എന്നും കൂടെ എഴുതണം കേട്ടോ. 9ന്റെ കൂടെ 9% എന്നും കൂടെ കൊടുക്കാം. 9% is the right answer.
The arithmetic mean is dash affected by extreme values. Option A, not. Option B, highly. Option C, less. And option D, none. Arithmetic mean is highly ആണോ, least ആണോ, അല്ലെങ്കിൽ not affected by ആണോ, by extreme values. എന്താണ് നമ്മൾ അരിത്മാറ്റിക് മീനിന്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുണ്ട്. മീൻ is highly or extremely affected by extreme values. Option B is the right answer. Next is to find the average speed of a journey, which is appropriate measure of central, which measure is appropriate, which is the appropriate measures of central tendency. Option A, mean. Option B, geometric mean. Option C, harmonic mean. And option D, weighted arithmetic mean. Okay, the right answer is option C. Speed ഒക്കെ അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാർമോണിക് മീൻ ആണ്. സ്പീഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. Next is the shape of symmetrical distribution is option A, U-shaped. Option B, J-shaped. Option C, V-shaped. And option D is bell-shaped. Shape of symmetrical distribution. എങ്ങനെയാണ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിലോട്ടാണ് നമ്മൾ ഓർമ്മ പോകേണ്ടത്? നോർമൽ കർവിലോട്ടാണ് അല്ലെ. നോർമൽ കർവ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു അത് ഉണ്ടായിരുന്നത്? ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കർവ് ആയിരുന്നു നോർമൽ കർവ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ അല്ലെങ്കിൽ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും അല്ലെ. ഇവിടെ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആയിരിക്കും. ഈ സെൻട്രൽ ഏരിയയിൽ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. സ്ക്യൂനെസ്സും ഒക്കെ നമുക്ക് ഈ ബെൽ ഷേപ്ഡ് കർവ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ. Next, what is the probability of an impossible event? Option A, 1. Option B, 0. Option C, insufficient data. And option D, not defined. ഒരു ഇമ്പോസിബിൾ ഈവന്റിന്റെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇമ്പോസിബിൾ ഈവന്റിന്റെ പ്രോബബിലിറ്റി? 0 ആണ് അല്ലെ. ഇമ്പോസിബിൾ ഈവന്റ് ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഈവന്റ് ആണ്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാൽ 0 ആയിരിക്കും അല്ലെ. വാട്ട് ഡസ് പ്രോബബിലിറ്റി മീൻ? ഓപ്ഷൻ എ, the total number of possible outcomes in an event. Option B, the ratio of favorable outcomes to all outcomes. C, the chance of an event happening. And D, how certain event will occur. പ്രോബബിലിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറെ ഓപ്ഷൻസ് കാണുമ്പോൾ എല്ലാം തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. പക്ഷെ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ദ ചാൻസ് ഓഫ് എൻ ഈവന്റ് ഹാപ്പനിങ് ആണ് പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ ഇവിടെ തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ റെഡ് കാർഡ് or a card with a face that is king, queen or jack from a standard deck of 52 cards? എങ്ങനെയാണ് ആൻസറിലോട്ട് എത്താനുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് റെഡ് ഓർ എ ഫേസ് കാർഡ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഓർ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടത്? പ്ലസ് ചെയ്യാൻ വേണ്ടത് അല്ലെ. റെഡ് പ്ലസ് ഫേസ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഇവിടെ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ റെഡ് ഓർ ഫേസിനകത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കാർഡിനകത്ത് തന്നെ എന്തും ഉണ്ട്? ഫേസ് കാർഡ്സും ഉണ്ട് അല്ലെ. റെഡ് കാർഡ്സ് എന്ന് പറയുന്നത് 26 റെഡ് കാർഡ്സ് ആണ് ഉള്ളത്. ദെൻ അതേപോലെ തന്നെ 26 ബ്ലാക്ക് കാർഡ്സും ആണ്. ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ഡെക്ക് ഓഫ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റാം.
ഈ 26 റെഡ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ 13 ഹേർട്സും അതേപോലെ 13 ഡയമണ്ട്സും ആണ് ഉള്ളത്. ഈ ഹേർട്സിൽ തന്നെ 3 ഫേസ് കാർഡ്സ് വരുന്നുണ്ട്, അതേപോലെ ഡയമണ്ട്സിലും 3 ഫേസ് കാർഡ്സ് വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പം റെഡ് കാർഡിനകത്ത് തന്നെ എത്ര ഫേസ് കാർഡ്സ് ഉണ്ട്? 6 ഫേസ് കാർഡ്സ് വരുന്നുണ്ട് അല്ലെ. സോ ഇതെന്താണ്? പിന്നെ ഈ റെഡ് കാർഡിനകത്ത് തന്നെ വരുന്ന ഫേസ് കാർഡ്സിന്റെ എണ്ണമാണ് നമ്മൾ ഈ പറഞ്ഞ 6 എണ്ണം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യണം? ഇതിനകത്തൊന്നും മൈനസ് ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് റെഡ് ആൻഡ് ഫേസ് എന്ത് ചെയ്യണം? ഈ പ്രോബബിലിറ്റി ഓഫ് റെഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഫേസിൽ നിന്ന് മൈനസ് ചെയ്യണം അല്ലെ. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഇന്റർസെക്ഷൻ പ്രോബബിലിറ്റി ഓഫ് ഫേസ് മൈനസ് ചെയ്യണം ഫ്രം പ്രോബബിലിറ്റി ഓഫ് റെഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഫേസിൽ നിന്നും. അപ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നത്. സോ അതിന് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് റെഡ് കാണാം. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റെഡ് കാർഡ്സ് ആണ് ഉള്ളത്? ഒരു ഡെക്കിൽ 26 റെഡ് കാർഡ്സ് ആണ് ഉണ്ടായിരിക്കുക. സോ 26/52. ഫേസ് കാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഫേസ് കാർഡ്സ് എന്ന് പറയുന്നത് ഓൾസോ 12 ഫേസ് കാർഡ്സ് ആണ് ടോട്ടൽ ഉണ്ടായിരിക്കുക. എങ്ങനെയാണ് അത് വരുന്നത്? 13 ഹാർട്സ് എന്തെന്ന് പറഞ്ഞു, അതിനകത്ത് 3 ഫേസ് കാർഡ്സ് ആണ്. അതേപോലെ ഡയമണ്ട്സിനകത്ത് 3 ഫേസ് കാർഡ്സ് ആണ്. ദെൻ സ്പേഡിനകത്തും 3 ഫേസ് ആണ്. ക്ലബിനകത്തും 3 ഫേസ് ആണ്. അപ്പൊ അങ്ങനെ 4 കാറ്റഗറിയിൽ 3 ഫേസ് കാർഡ്സ് വെച്ചിട്ട് 12 ഫേസ് കാർഡ്സ് ആണ് ഉള്ളത്. ഡിവൈഡഡ് ബൈ 52 ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഇനി പ്രോബബിലിറ്റി ഓഫ് റെഡ് ആൻഡ് ഫേസ് എന്ന് പറയുന്നത്, അതായത് പി ഓഫ് റെഡ് ഇന്റർസെക്ഷൻ ഫേസ് എന്ന് പറയുന്നത് 6 എന്നാണ് ഉള്ളത്. 6 എന്നാണ് അല്ലെ. 6/52 ആണ് അതിന്റെ പ്രോബബിലിറ്റി. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഓർ ഫേസ് ഈക്വൽ ടു 26/52 plus 12/52 minus 6/52. And the answer is 8/30. So the right answer is option D, 8/30. ഇവിടെ നമ്മളോട് അധികവും ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പറ്റാൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടം കൊണ്ട് നിർത്തും. അതായത് ഈ 26/52 plus 12/52 നമ്മൾ നിർത്തും. ഈ -6/52 എടുക്കാൻ വിട്ടുപോകും. അവിടെയാണ് പ്രശ്നം വരിക. അപ്പൊ അതും കൂടെ ആഡ് ചെയ്യണം. ഇന്റർസെക്ഷനും കൂടെ ആഡ് ചെയ്തിട്ട് മീൻസ് അത് ഈ ഒരു ടോട്ടൽ പ്രോബബിലിറ്റി നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് പ്രോബബിലിറ്റി കിട്ടുന്നത്. നെക്സ്റ്റ്, who provided the definition for probability? ആരാണ്? ഓപ്ഷൻ എ ആർക്കിമിഡ്സ്, ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ, ഓപ്ഷൻ സി യൂക്ലിഡ് ആൻഡ് ഓപ്ഷൻ ഡി സൈമൺ ലാപ്ലേസ്. പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ കൊണ്ടുവന്നത് സൈമൺ ലാപ്ലേസ്. Option D is the right answer. The definition of probability was given by Simon Laplace in the year 1795. And probability can be defined as that in the ratio of the number of favorable outcomes to the total number of possible outcomes. Next, which of the following is a table with all possible values of a random variable and its corresponding probabilities? Option A, probability density function. Option B, probability mass function. Option C, probability distribution. And option D, cumulative distribution function. All possible values of a random variable with its corresponding probability. ഏതാണ്? ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത് അല്ലെ. പോസിബിൾ വാല്യൂസ് ഓഫ് റാൻഡം വേരിയബിൾസും അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും എഴുതി കഴിഞ്ഞാൽ ആ ടേബിളിനെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. പ്രോബബിലിറ്റി ഡെൻസിറ്റി, അതേപോലെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഒക്കെ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്? അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന ടൈമിൽ ബാക്കി ഓപ്ഷൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിൾസിന്റെ കേസിലാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പറയുന്നത് അല്ലേ. നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇഫ് P of C equal to 5/13, P of D equal to 7/13 and P of C intersection D is 3/13, then evaluate P of C given D. Option A 2/7, option B 3/5, option C 3/7 and option D 1/7.
ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതല്ലേ. എങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് സി ഗിവൺ ഡി എങ്ങനെയാ കാണാം? പ്രോബബിലിറ്റി ഓഫ് സി ഗിവൺ ഡി ആണ് കാണേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് സി ഇന്റർസെക്ഷൻ ഡി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഡി അല്ലെ. 3/30 ഡിവൈഡഡ് ബൈ 7/13 ആണ് വരിക. അപ്പം ഇൻറ്റു 13/7 ചെയ്യാം നമുക്ക്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് സി ഗിവൺ ഡി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഇടാം. സോ 3 × 30 എന്ന് പറഞ്ഞാൽ 39 ഡിവൈഡഡ് ബൈ 13 × 7 91 39/91. നമുക്ക് കോമൺ ആയിട്ട് 13 വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. 39/13 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടുന്നു. ദെൻ 91/13 എടുത്തു കഴിഞ്ഞാൽ 91/13 എടുത്തു കഴിഞ്ഞാൽ 7 കിട്ടുന്നു. സോ 3/7 ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, എ coin is tossed 6 times. What is the probability of obtaining 4 heads? 4 heads കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് കാണേണ്ടത്. ഓപ്ഷൻ എ 0.23, ഓപ്ഷൻ ബി 0.33, ഓപ്ഷൻ സി 0.24 ആൻഡ് ഓപ്ഷൻ ഡി 0.43. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ എ 0.23. എങ്ങനെയാണ് ചെയ്യുന്നത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം അല്ലെ. NCX into x into q⁻n−x എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ അതിനകത്ത് n എന്ന് പറയുന്നത് 6 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് 4 ഹെഡ്സ് ആണ്. അപ്പൊ x എന്ന് പറയുന്നത് 4 ആണ്. ദെൻ p പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ ഹെഡ് കിട്ടുക എന്നുള്ളതാണ്. അത് എത്രയാണ്? 1/2 ആണ്, ദാറ്റ് ഇസ് 0.5. അഗൈൻ q എന്ന് പറയുന്നത് 1 - 0.5, ദാറ്റ് ഇസ് 0.5. ഇനി ഇതിനകത്തോട്ട് എക്വേഷനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. NCX അതായത് 6C4 into 0.5⁴ into 0.5⁴. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.23 കിട്ടും. Binomial distribution is symmetric if A, P not equal to Q, then option B, N is equal to P, option C, P equal to Q, and option D, none. Binomial distribution എപ്പോഴാണ് symmetric ആവുന്നത്? P, probability of success equal to probability of failure, Q ആവുമ്പോഴാണ്. So option C is the right answer. The normal distribution is also known as option A, Cauchy distribution, option B, Laplacian distribution, option C, Gaussian distribution, and option D is Lagrangian distribution. Normal distribution is also known as option C, Gaussian distribution. If M is the mean of a Poisson distribution, the standard deviation is given by option A, M, option B, m⁻³ option C, √m, and option D, m². Mean of M is the mean of the Poisson distribution, then standard deviation is given by √m. എന്താണ് Poisson distributionന്റെ മീൻ ഈക്വൽ ടു വേരിയൻസ് ആണ് ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് അല്ലെ. മീൻ m ആണെങ്കിൽ വേരിയൻസും m തന്നെയായിരിക്കും. അപ്പൊ കാണേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് വേരിയൻസ് അല്ലേ. സോ √m. Mean of exponential distribution is given as option A, 1/λ, option B, lambda, option C, λ², and option D, 1/λ².
exponential distribution the mean 1 by lambda. Then exponential distribution is option A univariate, option B bivariate, option C both, and option D none. Univariate distribution ആണ് exponential distribution. A coin toss is an example of dash random variable. Option A continuous, option B discrete, option C either continuous or discrete, and option D mixed. Coin toss ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾ ആണ്? കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്ത ഈവന്റ് ഹെഡ് ആണെന്നുണ്ടെങ്കിൽ 1, 2, 3 അല്ല അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതെന്താണ്? ഡിസ്ക്രീറ്റ് അല്ലേ? സോ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. The weather can be sunny, cloudy or rainy. All three are equally likely. What is the probability that the weather is sunny? Option A 1, option B 0, option C 1 by 3, and option D 2 by 3. അപ്പോൾ ഈക്വലി ലൈക്ലി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, പ്രോബബിലിറ്റി 1 by 3. പ്രോബബിലിറ്റി ഓഫ് ദ വെദർ സണ്ണി എന്ന് പറയുന്നത് 1 by 3 അല്ലെ. ടോട്ടൽ പ്രോബബിലിറ്റി 3 ആയിരിക്കും. സണ്ണി, ക്ലൗഡി ഓർ റെയിനി. അതിനകത്ത് സണ്ണി ആവാനുള്ള പ്രോബബിലിറ്റി ഈക്വലി ലൈക്ലി ആയതുകൊണ്ട് തന്നെ 1 by 3. If 2 by 11 is the probability of an event, what is the probability of the event not A? If A is 2 by 11 അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നോട്ട് A ആവാനുള്ള പ്രോബബിലിറ്റി A 1 by 11, B 3 by 11, C 5 by 11, and D 9 by 11. 9 by 11 is the answer. കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. A 2 by 11 ആണെങ്കിൽ A കോംപ്ലിമെന്റ് 9 by 11. Two events A and B are said to be independent if A and B are mutually exclusive. Then B, P of A complement intersection B complement equal to 1 minus P of A into 1 minus P of B minus ആണ്. minus P of B. C, P of A equal to P of B, and D, P of A plus P of B equal to 1. രണ്ട് ഈവൻസ് എപ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആവുന്നത്? P of A into P of B എന്ന് പറഞ്ഞാൽ P of A intersection B, P of A into P of B ആകുമ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആവാം. അപ്പം ഇവിടെ അതിൽ നിന്നും വിപരീത അല്ലെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. A കോംപ്ലിമെന്റും B കോംപ്ലിമെന്റും ഇന്റർസെക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? A കോംപ്ലിമെന്റ് ഇൻറ്റു B കോംപ്ലിമെന്റ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 minus P of A അല്ലെ, ഇൻറ്റു 1 minus P of B. അത് തന്നെ. Then the probability of obtaining an even prime number on each die when a pair of dice are rolled. Option A 0, option B 1 by 3, option C 1 by 12, and option D 1 by 36. Even prime number occur ചെയ്യാനുള്ള സാധ്യതയാണ് on each die when a pair of dice are rolled. രണ്ട് പെയർ ഓഫ് ഡൈസ് റോൾ ചെയ്യുമ്പോൾ രണ്ടും ഒരു ഈവൻ പ്രൈം നമ്പർ വരാനുള്ള സാധ്യത. രണ്ട് പെയർസ് ഓഫ് ഡൈസ് ആണ് റോൾ ചെയ്യുന്നത് അല്ലെ. അപ്പം ഒരു പെയർ ഓഫ് ഡൈ റോൾ ചെയ്യുമ്പോൾ രണ്ട് ഡൈസ് റോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 6⁻², അല്ലെ. 36 ടോട്ടൽ പ്രോബബിലിറ്റി. Then ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ, 1 അല്ലെ. അപ്പൊ 1 വരാനുള്ളത് ഔട്ട് ഓഫ് 6 1 തന്നെയാണ്. അപ്പൊ 1 by 36 ആണ് ടോട്ടൽ പിന്നെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ 1 ഈവൻ പ്രൈം നമ്പർ വരാനുള്ളത് ഒരു ഡൈ റോൾ ചെയ്യുമ്പോൾ 1 by 6 ഇൻറ്റു അഗെയിൻ അടുത്ത ഡൈ റോൾ ചെയ്യുമ്പോഴും ഈവൻ പ്രൈം നമ്പർ വരാനുള്ളത് 1 by 6. സോ 1 by 36. ഓക്കെ, ബി ഇസ് ദി റൈറ്റ് ആൻസർ. അപ്പൊ ക്ലിയർ ആയല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.